ഗുരുതര രോഗബാധിതയായ 14-കാരിക്കായി നാട് കൈകോർക്കുന്നു. തലച്ചോറിനെ ബാധിക്കുന്ന ഫയേഴ്സ് എന്ന അപൂർവ രോഗം ബാധിച്ച് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന ചോറ്റി വെട്ടിക്കാട്ട് VR സന്തോഷിന്റെ മകൾ അക്ഷയ സന്തോഷിന്റെ ജീവൻ രക്ഷിക്കാനായി പാർത്തോട് മുണ്ടക്കയം പഞ്ചായത്തുകളിലെ സുമനസ്സുകളെ സമീപിക്കാൻ തീരുമാനിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അന്നമ്മ വർഗീസ്, സൂസമ്മ മാത്യു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മളെ അക്ഷയ ചികിത്സാ സഹായനിധി എന്നുള്ള ഒരു പാറത്തോട്ടിൽ താമസിക്കുന്ന അക്ഷയ എന്ന ഒരു കുട്ടിക്ക് ഒരു മാരകമായ രോഗം പിടിപെട്ടിരിക്കുന്നു. കൊച്ചിനായി നല്ലൊരു തുക ചികിത്സയ്ക്കായി ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ പാറത്തോട് പഞ്ചായത്ത് തന്നെ നോക്കിയാൽ അത് നടക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ മുണ്ടക്കയം പഞ്ചായത്തോടെ കൂടി ആ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്കായിട്ടുള്ള ഒരു തുക സമാഹരിക്കാൻ വേണ്ടി നമ്മുടെ മുണ്ടക്കയം പഞ്ചായത്തിലെ 19, 20, 21, 22 വാർഡുകളിൽ പിരിവും പിന്നെ മറ്റു വാർഡുകളിൽ നിന്ന് കുടുംബശ്രീ വഴി ഉള്ള പിരിവും ഒക്കെയാണ് നമ്മളിപ്പോൾ ഉദ്ദേശിച്ച് ഇറങ്ങിയിരിക്കുന്നത്. ശനിയാഴ്ച സ്റ്റാൻഡിൽ നമ്മളൊരു പിരിവ് നടത്തുവാനായിട്ട് കടകൾ കയറി സ്റ്റാൻഡിൽ ഒരു പിരിവ് നടത്തുവാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സുമനസ്സുകളായ എല്ലാവരുടെയും നല്ലൊരു സഹകരണം നമുക്കുണ്ടാകണം. പാറത്തോട് പഞ്ചായത്തിലെ ചോറ്റി 7-ാം വാർഡിൽ താമസിക്കുന്ന അക്ഷയ സന്തോഷ് എന്ന കുട്ടി നമുക്കൊരു പ്രത്യേകതരം രോഗത്താൽ കൊച്ചി അമൃത ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്, വെന്റിലേറ്ററിലാണ്. ആ കുട്ടിക്ക് ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന ഒരു അപൂർവ രോഗത്തിന് അടിമയായിട്ടാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. ഒരു വളരെ സാമ്പത്തികമായ പിന്നോക്ക അവസ്ഥയിൽ താമസിക്കുന്ന ഒരു ഭവനത്തിലെ കുട്ടിയാണ്. ഈ അക്ഷയെ കൂടാതെ 2 കുട്ടികളും ഉണ്ട്. അക്ഷയുടെ മാതാപിതാക്കൾ അക്ഷയോടൊപ്പം തന്നെ ഹോസ്പിറ്റലിൽ ഈ അക്ഷയെ പരിചരിക്കാൻ നിൽക്കുകയാണ്. ഇപ്പോൾ ചില കുട്ടികൾക്ക് 6 മാസം അല്ലെങ്കിൽ 12 മാസം കൊണ്ടൊക്കെ ഈ രോഗത്തിൽ നിന്ന് റിക്കവറായി വരാൻ സാധ്യതയുണ്ട്. ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെയാണ് കുട്ടി ചികിത്സയിൽ നേടുന്നത്. വളരെയധികം ഭാരിച്ച ചിലവുള്ള ഒരു അപൂർവ രോഗത്തിന് അടിമയാണ് ഈ കുട്ടി. ഈ കുട്ടി 10ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ച് 10ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ കുട്ടിയെ ചെറുപ്പം മുതൽ, അതായത് ആ വാർഡിലെ ആശാവർക്കർ കൂടി ആയതുകൊണ്ട് ബാല്യകാലത്ത് തൊട്ട് എനിക്ക് കുട്ടിയെ വീട്ടുകാരെയും പരിചയമുള്ളതാണ്. അപ്പോൾ ഈ കുട്ടി കഴിഞ്ഞ വർഷം സംസ്ഥാന തലത്തിൽ സ്പോർട്സിൽ അവാർഡ് ജേതാവാണ്. ഗോൾഡ് മെഡൽ ലഭിച്ച കുട്ടിയാണ്. വളരെ മിടുക്കിയായ കുട്ടിയാണ്. ഇഞ്ചിയാനി സ്കൂളിലെ വിദ്യാർത്ഥിനിയും കൂടിയാണ്. അപ്പോൾ നമ്മൾ സുമനസ്സുകൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഏകദേശം 40 ലക്ഷത്തോളം അധികം രൂപ ഈ ചികിത്സയ്ക്ക് ചിലവ് വരുന്നതാണ്. അപ്പം ഈ റിക്കവർ ആകുന്ന സാഹചര്യത്തിൽ എത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും തുകയ്ക്ക് മാറ്റം വരാവുന്നതാണ്. 40 ലക്ഷത്തോളം ചിലവ് വരുന്ന ചികിത്സയ്ക്കായി മാർഗം കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയാണ് നാടൊന്നിച്ച് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ അക്ഷയയ്ക്ക് 20,000 രൂപ വില വരുന്ന 2 കുത്തിവയ്പ്പുകൾ ആഴ്ചയിൽ 2 തവണ ചെയ്യേണ്ടി വരികയാണ്. സംസ്ഥാന കായികമേളയിൽ വിജയിയായ അക്ഷയ്ക്കിപ്പോൾ പഠനത്തിന് പോലും കഴിയാത്ത അവസ്ഥയിലാണ്. ശനിയാഴ്ച മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ രാവിലെ മുതൽ പണസമാഹരണം നടത്തും. ബസ്സുകളിലും മറ്റു വാഹനങ്ങളിലും എത്തുന്ന യാത്രക്കാരെയും വ്യാപാര സ്ഥാപനങ്ങളെയും സമീപിക്കാനാണ് ആലോചിച്ചിരിക്കുന്നത്. ഞായറാഴ്ച മുണ്ടക്കയം പഞ്ചായത്തിലെ 19 മുതൽ 22 വരെയുള്ള വാർഡുകളിൽ ഭവന സന്ദർശനം നടത്തി പണസമാഹരണം നടത്തും. പാറത്തോട് പഞ്ചായത്തിലെ 1 മുതൽ 7 വരെയുള്ള വാർഡുകളിലും ഞായറാഴ്ച ഭവന സന്ദർശനം നടത്തും. മറ്റു വാർഡുകളിൽ കുടുംബശ്രീ യൂണിറ്റുകൾ കേന്ദ്രീകരിച്ചാണ് പണസമാഹരണം നടത്തുന്നത്. നാടിന്റെ അകത്തും പുറത്തുനിന്നുമുള്ള ഉദാരമതികളുടെ സഹായത്തിനായി ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പാറത്തോട് ശാഖയിൽ അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട്. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തും പാറത്തോട് ഗ്രാമപഞ്ചായത്തും സംയുക്തമായിട്ടാണ് പ്രിയപ്പെട്ട അക്ഷയയുടെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് സമാഹരണത്തിന് ഒരുങ്ങുന്നത്. ഇഞ്ചിയാനി ഹോളി ഫാമിലി സ്കൂളിലെ മികച്ച ഒരു വിദ്യാർത്ഥിനിയും സ്പോർട്സ് മേഖലയിൽ സംസ്ഥാന തലത്തിൽ വരെ അവാർഡ് ജേതാവ് കൂടിയായ അക്ഷയയുടെ സാമ്പത്തിക സ്ഥിതി വളരെ ദുരിതപൂർണമായ ഒരു സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബമാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മൾ വിവിധങ്ങളായ ചികിത്സാ സഹായം സമാഹരിച്ചിട്ടുള്ള പ്രദേശമെന്ന നിലയിൽ ഈ കുട്ടി നിർദ്ധരായ കുടുംബത്തിലെ അക്ഷയയുടെ ജീവൻ നിലനിർത്തുന്നതിനായിട്ട് പാറത്തോട് പഞ്ചായത്തും മുണ്ടക്കയം പഞ്ചായത്തും, പ്രത്യേകിച്ച് മുണ്ടക്കയം പഞ്ചായത്തിലെ ടൗണിലെ വ്യാപാരി സമൂഹവും പൊതുസമൂഹവും ഒത്തുചേർന്നുകൊണ്ട് ഈ കുട്ടിയുടെ ചികിത്സയ്ക്കായി നമ്മൾ ഈ ശനിയാഴ്ച മുണ്ടക്കയം ടൗണിലും ഞായറാഴ്ച മുണ്ടക്കയം പാറത്തോടിൻ്റെ പ്രധാന വാർഡുകളിലും ഇതുമായി ബന്ധപ്പെട്ട ഫണ്ട് സമാഹരണത്തിന് ഒരുങ്ങുകയാണ്. അതിലേക്ക് എല്ലാവരുടെയും ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ സൂചിപ്പിച്ച പോലെ എല്ലാ ആളുകളുടെ സുമനസ്സുകളുടെ സഹായം ഈ കുടുംബത്തിനുണ്ടാകണം എന്ന് വളരെ ചികിത്സാ സഹായ നിധിയുടെ ധനശേഖരണാർത്ഥം മുണ്ടക്കയം ടൗണിൽ
മറ്റന്നാൾ ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ വൈകുന്നേരം വരെ പിരിവെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം കയറി നമുക്ക് ധനശേഖരണം നടത്താവുന്നതാണ്. ഇതുപോലെ കഴിഞ്ഞ പല പ്രാവശ്യങ്ങളിലും പലരുടെയും ചികിത്സാ സഹായത്തിന് വേണ്ടി വ്യാപാരി വ്യവസായ ഏകോപന സമിതി മുണ്ടക്കൈ യൂണിറ്റിൻ്റെ വകയായിട്ട് വളരെ നല്ല രീതിയിലുള്ള സഹകരണം നടത്തുകയും നല്ലൊരു തുക സമാഹരിച്ച് കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്പർ 22710000001398 IFSC IQB A 00022271. വാർത്താ സമ്മേളനത്തിൽ പാറത്തോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയസ് കോക്കാട്ട്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുണ്ടക്കൈ യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് നജീബ്, പാറത്തോട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിഭന്യ, മുണ്ടക്കയം പഞ്ചായത്ത് അംഗം ജെയിംസ്, സമിതി ഭാരവാഹികളായ അജി, KS രാധാകൃഷ്ണൻ, വിപിൻ അറക്കൽ എന്നിവരും പങ്കെടുത്തു.